യോഗ്യത നേടിയിട്ടും സാധ്യതാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിക്കെതിരെ ചിത്ര നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ. 1500 മീറ്ററിൽ ചിത്രയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും അത്ലറ്റിക് ഫെഡറേഷന്റെയും ഉത്തരവാദിത്വമാണ് ഇത് എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ഒരു കായിക താരത്തിന് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഇത്തരം അവസരങ്ങൾ ലഭിക്കൂ. നല്ല അവസരങ്ങൾ തിരിച്ചു കിട്ടുകയുമില്ല. അതിനാൽ അർഹിച്ച പരിഗണന നൽകാൻ അത്ലറ്റിക് ഫെഡറേഷനും കേന്ദ്ര സർക്കാരിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗ്യതയില്ലാത്തവരും ഈ ലിസ്റ്റിൽ കയറിപ്പറ്റിയതായും കോടതി നിരീക്ഷിച്ചു. അർഹതയുള്ളവരെ തഴഞ്ഞതായും അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രതികരണം തെറ്റായിപ്പോയെന്നും ഇക്കാര്യങ്ങളിൽ അത്ലറ്റിക് ഫെഡറേഷൻ നടത്തിയ പ്രതികരണങ്ങൾ തെറ്റായിപ്പോയെന്നും കോടതി കുറ്റപ്പെടുത്തി. ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളെല്ലാം നടത്തിയത്. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കും. അടുത്ത മാസം ആദ്യമാണ് ലണ്ടനിൽ തുടങ്ങുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി സാധിച്ചത്. കേരളത്തിന്റെ മൊത്തം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എൻട്രി എല്ലാം കഴിഞ്ഞു. എന്തായാലും ഇനി എന്തായാലും പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. 2 ദിവസമായി എനിക്ക് പിന്നെ അതിൽ നിന്ന് ഞാൻ വിട്ടു. അതിനു മുമ്പ് വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ എൻട്രി എല്ലാം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഇനി പങ്കെടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത മീറ്റില് നല്ല പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് ഇരുന്നത്. കോടതി വിധി വന്നു. ഇനി എൻട്രി ഇനി പോകാൻ പറ്റുമോ എന്ന് അറിയില്ല.